സ്റ്റീഫൻ ഫ്ലെമിംഗ് ഒരു സാധാരണ ടീമായ കിവി ടീമിനെ അസാധാരണ ടീമാക്കി മാറ്റിയ ക്യാപ്റ്റൻ എന്ന് തന്നെ പറയാം അയാളെപ്പറ്റി. 90കളിലെ രണ്ടാം പാതിയിലെയും 2000ങ്ങളിലെയും ന്യൂസിലാൻഡ് ടീമിന്റെ അത്ഭുത വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവനായിരുന്നു സ്റ്റീഫൻ ഫ്ലെമിംഗ്. നയിക്കാനായി അഥവാ ക്യാപ്റ്റനായി ജനിച്ചവൻ എന്ന് തോന്നിപ്പിക്കുന്ന കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനങ്ങൾ, ആ ഒരു പേഴ്സണാലിറ്റി, അതുപോലെ CSKയുടെ കോച്ച്. നമുക്കറിയാം, ന്യൂസിലാൻഡിന്റെ എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാനും ക്യാപ്റ്റനുമാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്ന്. അദ്ദേഹം ഒരു ദശാബ്ദ കാലത്തോളം ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ ആവുകയും മഹാന്മാരായ സമകാലികരായ സ്റ്റീവ് വോ, അർജുന രണതുംഗെ എന്നിവരെക്കാളൊക്കെ കൂടുതൽ നാൾ ആ സ്ഥാനത്ത് നിന്നും കിവീസ് ടീമിനെ നയിക്കുകയും ചെയ്തു ക്യാപ്റ്റൻ സ്റ്റീഫൻ ഫ്ലെമിംഗ്. ന്യൂസിലാൻഡിന് വേണ്ടി 111 ടെസ്റ്റ് മത്സരങ്ങളും 280 ഏകദിന മത്സരങ്ങളും കളിച്ചിട്ടുള്ള സ്റ്റീഫൻ ഫ്ലെമിംഗ് ന്യൂസിലാൻഡിന്റെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. 94-ൽ ഇന്ത്യക്കെതിരായ ടെസ്റ്റ് മത്സരത്തിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ ഫ്ലെമിംഗ് 14 വർഷത്തോളം ന്യൂസിലാൻഡ് ടീമിനെ നയിച്ചിട്ടുണ്ട്. 14 വർഷം. ന്യൂസിലാൻഡിനെ ഏറ്റവും അധികം ടെസ്റ്റ് വിജയങ്ങളിലേക്ക് നയിച്ച നായകനായിരുന്നു ഒരു ഘട്ടത്തിൽ സ്റ്റീഫൻ ഫ്ലെമിംഗ്. 28 ടെസ്റ്റ് വിജയങ്ങൾ. ഇടങ്കയ്യൻ ബാറ്റ്സ്മാനും മീഡിയം പേസ് ബോളറുമായ ഫ്ലെമിംഗ് ന്യൂസിലാൻഡിന് വേണ്ടി ഏകദിന ക്രിക്കറ്റിൽ 8000-ലേറെ റൺസ് നേടിയ ആദ്യ താരമാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ വെല്ലിംഗ്ടൺ ടീമിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2008-ൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച സ്റ്റീഫൻ ഫ്ലെമിംഗ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുഖ്യ പരിശീലകനായി ഇപ്പോൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. 94-ലാണ് ഇന്ത്യക്കെതിരെ ഹാമിൽട്ടണിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. 5ാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യാൻ അന്ന് ഇറങ്ങി നേടിയ 92 റൺസ് അദ്ദേഹത്തിന് മാൻ ഓഫ് ദി മാച്ച് അവാർഡിനൊപ്പം ലോക ശ്രദ്ധ നേടാൻ കഴിഞ്ഞു അരങ്ങേറ്റത്തിലെ ആ ഒരു ഇന്നിംഗ്സ്. തുടക്കത്തിലെ കെൻ റദർഫോർഡ്, മാർക്ക് ഗ്രേറ്റ് ബാച്ച്, ഷെയ്ൻ തോംസൺ എന്നിവരുടെ മികവിനോട് മല്ലടിച്ചു നിന്ന് അദ്ദേഹം ആദ്യ 20 ടെസ്റ്റുകളിൽ 39 ആവറേജിൽ 1400-ൽ പരം റൺസുകൾ നേടിയിരുന്നു. എങ്കിലും 95-ൽ സഹതാരങ്ങളായ മാത്യു ഹാർട്ട്, ഡിയോൺ നാഷ് എന്നിവരോടൊപ്പം പര്യടനം നടത്തുന്നതിനിടെ ഹോട്ടലിൽ വെച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന വിവാദത്തിൽ അകപ്പെട്ടത് അദ്ദേഹത്തിന്റെ കരിയറിലെ നാണക്കേടായി മാറിയിരുന്നു ആ കാലഘട്ടത്തിൽ. എങ്കിലും അതിനെ അതിജീവിച്ച് ഫ്ലെമിംഗ് പിന്നീട് തിരിച്ചെത്തിയത് ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റനായിട്ടാണ്. സ്റ്റീഫൻ പോൾ ഫ്ലെമിംഗ് എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വന്ന് നിറയുക ന്യൂസിലാൻഡ് എന്ന രാജ്യവും ടോസ് ഇടാനായി 90കളിലും 2000ങ്ങളിലും ക്രീസിലേക്ക് നടന്നെടുക്കുന്ന ഈ നായകനെയുമാണ്. ക്രിക്കറ്റിന്റെ സാങ്കേതിക വശങ്ങളിൽ അസാമാന്യ അറിവുണ്ടായിരുന്ന ഫ്ലെമിംഗ് വളരെ വേഗം തന്നെ മികച്ച ക്യാപ്റ്റൻ എന്ന ഖ്യാതി നേടിയെടുക്കുകയായിരുന്നു. ടെസ്റ്റിലും ഏകദിനത്തിലും ഒരുപോലെ മികവ് കാട്ടിയ ഫ്ലെമിംഗിന്റെ കീഴിൽ ന്യൂസിലാൻഡ് ICC ട്രോഫിയോളം വളർന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഷെയ്ൻ വോണോട് ആരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതേ ഫ്ലെമിംഗിന്റെ പേരായിരുന്നു. അദ്ദേഹത്തിന്റെ സുന്ദരമായ പദചലനങ്ങളും അതുപോലെ അനായാസമായ ബാറ്റിംഗ് ശൈലിയും അദ്ദേഹത്തിനെ കാണികളുടെ മനസ്സിലും കുടിയിരുത്തുകയുണ്ടായി. ഒന്നാം തരം ഫീൽഡർ കൂടിയായിരുന്ന ഫ്ലെമിംഗ് 100-ലേറെ ക്യാച്ചുകളും സ്ലിപ്പിൽ നിന്ന് സ്വന്തം പേരിൽ ചേർത്തിട്ടുണ്ട്. ഏകദിനത്തിലും ടെസ്റ്റിലും ഒരുപോലെ തിളങ്ങിയിരുന്ന ഫ്ലെമിംഗ് ലീ ജർമന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ക്യാപ്റ്റൻ സ്ഥാനം വിരമിക്കുമ്പോഴേക്കും ന്യൂസിലാൻഡ് എന്ന ടീമിനെ മറ്റാരോടും കിടപിടിക്കാനാവുന്ന ഒരു ടീമാക്കി മാറ്റിയിരുന്നു. ക്യാപ്റ്റനായി ചുമതലയേറ്റ ശേഷം അടുത്ത 18 മാസത്തോളം ഫ്ലെമിംഗും സംഘവും വിജയാഹ്ലാദങ്ങളുടെ ഉത്തുംഗ ശൃംഖങ്ങൾ കയറി തുടങ്ങുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് അലിസ്റ്റർ ക്യാമ്പലിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ സിംബാബ്വെ ടീമിനെതിരെ, ഇന്നത്തെ സിംബാബ്വെ ടീമല്ല അന്നത്തെ ശക്തമായ സിംബാബ്വെ ടീമിനെതിരെ വെല്ലിംഗ്ടണിലും ഓക്ലാൻഡിലും വെച്ച് അവരെ തോൽപ്പിച്ചു ഫ്ലെമിംഗിന്റെ കിവികൾ. പിന്നീട് ന്യൂസിലാൻഡിൽ പര്യടനത്തെത്തിയ ഇന്ത്യൻ ടീമിനെയും ന്യൂസിലാൻഡ് ആ സമയത്ത് ഫ്ലെമിംഗിന്റെ കീഴിൽ തോൽപ്പിക്കുകയായിരുന്നു. സ്റ്റീഫൻ ഫ്ലെമിംഗിനെ തന്റെ എതിരാളികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വലിയ പ്രതിഭാധരായ കളിക്കാർ ടീമിൽ ഇല്ലായിരുന്നു എങ്കിലും അദ്ദേഹം മുന്നിൽ നിന്ന് അവരെ നയിച്ചു എന്ന് തന്നെയാണ്. തന്റെ പരിമിതമായ കഴിവുകളുള്ള ഒരു സൈന്യത്തിൽ നിന്നും അദ്ദേഹം പരമാവധി പ്രകടനങ്ങൾ അവരെ കൊണ്ട് പുറത്തെടുപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രശംസ അർഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്ലെമിംഗ് ചുക്കാൻ പിടിച്ചതോടെ ന്യൂസിലാൻഡ് ക്രിക്കറ്റിലെ 2 ഫോർമാറ്റുകളിലും ആ സമയത്ത് ടെസ്റ്റിലും ഏകദിനത്തിലും ലോകത്തിലെ മികച്ച ടീമുകളിലൊന്നായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എല്ലാ തടസ്സങ്ങൾക്കും എതിരെ 2000-ൽ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ 11 ടൂർണമെന്റിലെ ആ സമയത്തെ ഇഷ്ട ടീമായിരുന്ന ഇന്ത്യയെ തോൽപ്പിക്കുക വഴി ന്യൂസിലാൻഡ് ഏകദിന ക്രിക്കറ്റിലെ ആദ്യത്തെ ICC ടൂർണമെന്റ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ കരസ്ഥമാക്കുകയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം 2000-ൽ സെപ്റ്റംബറിൽ ബുലവായിലും ഹരാരയിലും സിംബാബ്വെക്കെതിരായ വിജയങ്ങൾ നേടിയതോടെ ഫ്ലെമിംഗ് ന്യൂസിലാൻഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്ത ടെസ്റ്റ് ക്യാപ്റ്റനായി ആ സമയത്ത് മാറുകയായിരുന്നു. 12 ടെസ്റ്റ് വിജയങ്ങൾ. 2003 ലോകകപ്പിലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വിജയത്തിലേക്ക് നയിപ്പിച്ച പുറത്താകാതെ നേടിയ 134 റൺസ്, അതുപോലെ യോർക്ക്ഷയറിനൊപ്പം നേടിയ ശക്തമായ ഇന്നിംഗ്സുകൾ, ശ്രീലങ്കയ്ക്കെതിരെ നേടിയ ടെസ്റ്റ് ക്രിക്കറ്റിൽ പുറത്താകാതെ നേടിയ 274 റൺസ്, ഇവയൊക്കെയും ഫ്ലെമിംഗിന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളായിരുന്നു. അതിനൊപ്പം പാകിസ്ഥാനെതിരെ ഹാമിൽട്ടണിൽ നടന്ന മത്സരത്തിൽ അദ്ദേഹം നേടിയ 192 റൺസ് ഉൾപ്പെടെയുള്ള പ്രകടനങ്ങൾ അദ്ദേഹത്തെ ന്യൂസിലാൻഡിന്റെ മികച്ച ക്രിക്കറ്റ് കളിക്കാരനായി, മികച്ച ബാറ്റ്സ്മാനായി 2004-ൽ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ബെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ന്യൂസിലാൻഡ് ഇൻ 2004.
അതുപോലെ 2004 തന്നെ ഒക്ടോബറിൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ ചിറ്റഗോങ്ങിൽ ബംഗ്ലാദേശിൻ്റെ ബോളിംഗ് ആക്രമണത്തെ അഭിമുഖീകരിച്ച് ഫ്ലെമിംഗ് കടന്നുപോയ 3 റെക്കോർഡുകൾ എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും ഓർമ്മയിൽ ഇപ്പോഴും തെളിയുന്ന ഒന്നാണ്. അതിൽ ആദ്യത്തേത് 87 ടെസ്റ്റുകൾ ന്യൂസിലാൻഡിനെ പ്രതിനിധീകരിക്കുക, അതിലൂടെ 150 പ്രാവശ്യം ക്രീസിൽ എത്തി എന്നതായിരുന്നു രണ്ടാമത്തേത്. ആ ടെസ്റ്റിൽ 202 റൺസ് നേടി ഫ്ലെമിംഗ് 82 റൺസിലെത്തിയപ്പോൾ ന്യൂസിലാൻഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് മാർട്ടിൻ ക്രോയെ മറികടന്നുകൊണ്ട് നേടുകയും ചെയ്തു. 2007 വെസ്റ്റ് ഇൻഡീസിലെ ലോകകപ്പ് ഒരു കളിക്കാരൻ എന്ന നിലയിലെ 4ാമത്തെയും ക്യാപ്റ്റൻ എന്ന നിലയിലെ 3ാമത്തെയും അദ്ദേഹത്തിൻ്റെ ലോകകപ്പായിരുന്നു. അതിൽ മറ്റൊരു സെമി ഫൈനൽ വരെ അദ്ദേഹം കിവികളെ എത്തിക്കുകയുണ്ടായി. 2007 ആ ലോകകപ്പ് ഏകദിന നായകനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ടൂർണമെൻ്റ് ആയിരുന്നു. ഒരു ക്യാപ്റ്റൻസിയിൽ നിന്നുള്ള പടിയിറക്കമായിരുന്നു ആ ടൂർണമെൻറ്റ്. അതിനുശേഷം ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഒരു കൈ നോക്കിയ ഫ്ലെമിംഗ് അടുത്ത ഇംഗ്ലണ്ട് സീരീസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അവസാനത്തേതാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുശേഷം പക്ഷേ ഇന്ത്യൻ പ്രീമിയർ ലീഗിലും ഒരു കൈ നോക്കിയിരുന്നു സ്റ്റീഫൻ ഫ്ലെമിംഗ്. അദ്ദേഹം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലെയർ ആയിരുന്നു. അതിനുശേഷം 2008 അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വിരാമം പ്രഖ്യാപിച്ചത്. 2008 തന്നെ അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിക്കാനും രംഗത്തിറങ്ങി. അതിനുശേഷമാണ് അദ്ദേഹം കളി മതിയാക്കിയതിനു ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കോച്ചായി രംഗപ്രവേശം ചെയ്തത്. നമുക്കറിയാം, ധോണി ഫ്ലെമിംഗ് കോംബോ ലോക ക്രിക്കറ്റിലെ ഏറ്റവും ശക്തരായ ക്യാപ്റ്റൻ കോച്ച് കോംബോ ആയി വളരുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അപ്പോൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ മാത്രമല്ല കോച്ച് എന്ന രീതിയിലും തൻ്റെ കഴിവ് തെളിയിച്ച താരമാണ്.